മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ നമ്മൾ ബാർ മാഗ്നറ്റ്സിനെ കുറിച്ചും അതുപോലെ എർത്ത് മാഗ്നറ്റിസത്തെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ മെറ്റീരിയൽസിനെ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. ആ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ അതിൽ ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 6 പ്രോപ്പർട്ടീസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പലതും നമുക്ക് അറിയുന്നതാണ്, ചില പുതിയ ടേംസ് ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് ടേം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ടേമാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു പുതിയ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കൊന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് എഴുതിയെന്നുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റീജിയണിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റീജിയണിൽ എന്തുണ്ട് നമുക്ക് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയാം. അതിന് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറുണ്ട്. ആ ടേമിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എങ്ങനെ പറയാം, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പ്രസ് ചെയ്യാം. ഒന്നാമത്തെ ടേം അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് നോർമലി ത്രൂ എ യൂണിറ്റ് ഏരിയ is called magnetic field, intensity of magnetic field. Okay, then second term നോക്കൂ. സെക്കൻഡ് ടേം എന്താണ്, മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. ഓക്കെ, പുതിയൊരു ടേം ആണത്, മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇപ്പോൾ ഒരു സ്പെസിമെൻ, ഓക്കെ, ഒരു മെറ്റീരിയൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ ആ സോളിനോയിഡിനുള്ളിൽ ഫീൽഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നത് എന്തായിരുന്നു, B = μ0 Ni. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫീൽഡ് എടുത്താൽ മതി. ഞാനിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അതിൽ നമ്മളൊരു സ്പെസിമെൻ വെച്ചു. എന്താ സ്പെസിമെൻ, നമ്മളെപ്പോഴും ഉപയോഗിക്കാനുള്ള ടേമാണ്. എന്താണ്, നമ്മൾ ഒബ്സർവേഷനിൽ വെക്കുന്ന ആ മെറ്റീരിയൽ, അതിനെ നമ്മൾ സ്പെസിമെൻ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ അതിനുള്ളിൽ വെച്ചു, അയണോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ആ സോളിനോയിഡിനുള്ളിൽ വെച്ചാൽ ആ സോളിനോയിഡിനുള്ളിൽ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ എന്തായി മാറും, മാഗ്നറ്റൈസ് ചെയ്യപ്പെടും അല്ലേ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയലിനെ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞിരുന്നു മിക്കവാറും മെറ്റീരിയൽസിൻ്റെയും നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്താണ്, 0 ആണ്. ഓക്കെ, ഇപ്പോൾ 2 അയൺ പീസ് അടുത്തേക്ക് വന്നാൽ അത് മാഗ്നറ്റിക് അട്രാക്ഷനോ റിപ്പൽഷനോ കാണിക്കാറില്ല. കാരണം എന്താ, അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒരു സ്പെസിമെൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഓരോ ഡൈപോൾ മൊമെന്റുകളും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ്, എക്സ്റ്റേണൽ ടോർക്ക് കൊണ്ട് അല്ലേ. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഇരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോളുകളുടെ മുകളിൽ അതെന്ത് ചെയ്യും, ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതെല്ലാം സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ഓരോ റിവോൾവിംഗ് ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന ഡൈപോളുകളും ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്യപ്പെടുകയും ആ മെറ്റീരിയൽ എന്തായി മാറും, അതിനൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ആ മെറ്റീരിയലിനെ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, മാഗ്നറ്റൈസിങ് ഫീൽഡ്. സിംപ്ലി നമ്മൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ വെച്ചാൽ ആ മെറ്റീരിയലിനെ ആ ഫീൽഡിന് എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്,
മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, സിംപ്ലി ആൻസർ എന്താണ്? ഒരു മെറ്റീരിയലിനെ ഒരു അപ്ലൈഡ് ഫീൽഡിന് എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് an applied field to magnetize a specimen. ക്ലിയർ? ഓക്കെ, അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് എന്നുള്ള ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു B0/μ0 എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. B0 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി. അപ്പോൾ നമ്മൾ എയർ എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എയറിലാണ് സ്പെസിമെൻ വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു B0/μ0. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. എച്ചിന്റെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ എന്താണ്? B0/μ0 എന്നുള്ള കൺസെപ്റ്റ് കൂടി ഓർത്തു വെക്കുക. ദെൻ മൂന്നാമത്തെ ടേം നോക്കൂ, എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് അല്ലേ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്ത് നന്നായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഇരിക്കുന്ന സ്പെസിമിൻ എന്തായി മാറും നമ്മൾ പറഞ്ഞു. എല്ലാ സ്പെസിമിനും ആയി മാറിക്കൊള്ളുന്നില്ല. ചില സ്പെസിമിനൊക്കെ എന്തായി മാറും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, അല്ലെങ്കിൽ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ അതിന് എത്രമാത്രം മാഗ്നറ്റൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതെങ്ങനെ കണക്കാക്കാം? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിലൊരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാറ്? സ്മോൾ ലെറ്റർ എം വെച്ചാണ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തു. ആ മെറ്റീരിയൽ ഉണ്ടായ നെറ്റ് ഡൈപോൾ മൊമെന്റിനെ നമുക്ക് സ്മോൾ എം എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ആ മെറ്റീരിയലിന്റെ വോളിയം വി ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ നെറ്റ് ഡൈപോൾ മൊമെന്റിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അതിനൊരു കാര്യം ക്ലിയർ ആണ്. യൂണിറ്റ് വോള്യത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരുപാട് വലിയ മെറ്റീരിയൽ ആയിട്ട് കാര്യമില്ല, ആ മെറ്റീരിയലിന്റെ യൂണിറ്റ് വോള്യത്തിൽ എന്തുമാത്രം മാഗ്നറ്റൈസേഷൻ നടന്നു, അതാണെന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു അപ്ലൈഡ് ഫീൽഡിന് ആ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവിനെ വിളിച്ച പേരാണെന്ത്? മാഗ്നറ്റൈസിങ് ഫീൽഡ്. അങ്ങനെ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്താൽ ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടാൽ അതിലെ യൂണിറ്റ് വോള്യത്തിൽ എത്ര ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തു. കാരണം ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തു എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ യൂണിറ്റ് വോള്യത്തിൽ എന്തുമാത്രം ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അപ്പൊ അത് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ എന്താണ്? അതിൽ എന്തുമാത്രം മാഗ്നറ്റൈസേഷൻ നടന്നു എന്നുള്ളതാണ് എന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. എന്ത്? നെക്സ്റ്റ് ടേം പെർമിയബിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചൊരു ടേമാണ്. അത് നമ്മൾ ഈ ടേമുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി μ ഈക്വൽ ടു B/H എന്നുള്ള രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം അല്ലെ? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ μ ഈക്വൽ ടു എന്താണ്? B/H. അപ്പോൾ ഒരു മെറ്റീരിയലിൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബിയും അവിടുത്തെ മാഗ്നറ്റൈസിങ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ വാല്യൂ എച്ചുമാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ എന്തായിട്ട് എടുക്കാൻ പറ്റും? ആ മീഡിയത്തിന്റെ പെർമിയബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ദ റേഷ്യോ ഓഫ് the intensity of applied field to the magnetizing field is called the permeability of the medium. Okay, ആ ഏത് മീഡിയത്തിലാണോ ആ സ്പെസിമെൻ വെച്ചിട്ടുള്ളത് അതിന്റെ എന്ത് കാണാം? പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിനെ അവിടെയുള്ള എന്ത് ചെയ്യാം? ഇന്റൻസിറ്റി ഓഫ് അവിടെയുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊണ്ട് എന്ത് ചെയ്യാൻ മതി? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ നമുക്ക് ആ മീഡിയത്തിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ടേം പുതിയൊരു ടേമാണിത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അല്ലേ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഡൈഇലക്ട്രിക്സ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ വരുന്ന ഒരു ടേം ആണെന്ത്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. കൈ എന്നുള്ള ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? ഒരു മെറ്റീരിയലിന് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ആ മെറ്റീരിയലിനെ ആ ഫീൽഡിന് എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന് നമ്മൾ എന്താ പറയുക? എച്ച് എന്നാ പറയുക അല്ലേ? അങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ യൂണിറ്റ് വോള്യത്തിലും എന്തുമാത്രം മാഗ്നറ്റൈസേഷൻ നടന്നു എന്നുള്ളതാണ് എന്ത്? എം.
then the ratio m by h is called the susceptibility of that material. Okay, ആ മെറ്റീരിയലിന് മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചും അതുവഴി അതിൽ കൂടുതൽ മാഗ്നറ്റൈസേഷൻ നടന്നുവെങ്കിൽ ആ മെറ്റീരിയലിന് മാഗ്നറ്റൈസിങ് പവർ കൂടുതലാണെന്ന് അർത്ഥം. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ട്രോങ് മാഗ്നറ്റൈസിങ് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്തിട്ടും വളരെ കുറഞ്ഞ രീതിയിൽ സ്പെസിമെൻ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടുള്ളെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ മെറ്റീരിയലിന് എന്ത് കുറവാണ്? മാഗ്നറ്റൈസിങ് കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഒരു മെറ്റീരിയലിന് എന്തുമാത്രം മാഗ്നറ്റിക് ആണ് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഒരു മെറ്റീരിയലിന് സസെപ്റ്റിബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫീൽഡ് അപ്ലൈ ചെയ്താൽ തന്നെ ആ മെറ്റീരിയൽ എന്തായി മാറും? മോർ മാഗ്നറ്റിക് ആയിട്ട് മാറും. ക്ലിയർ? ദെൻ വലിയൊരു ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടും ആ മെറ്റീരിയൽ മാഗ്നറ്റിക് ആയിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് കുറവാണെന്ന് പറയാം? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറവാണെന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കുറവാണെന്ന് പറയാം. ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എത്ര ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, അതെന്തായി മാറില്ല? മാഗ്നറ്റിക് ആയിട്ട് മാറില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ആ മെറ്റീരിയൽ എന്തുമാത്രം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ആ മെറ്റീരിയൽ എന്തുമാത്രം മാഗ്നറ്റിക് ആയിട്ട് മാറുന്നു എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ to the magnetizing field. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താന്ന് മനസ്സിലാക്കി വെക്കാം. ദി ലാസ്റ്റ് വൺ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അതിലൊരു സ്പെസിമെൻ വെച്ചു. അപ്പോൾ ആൾറെഡി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട്. അതിൽ ഞാൻ B0 എന്ന് കൊടുത്തു. നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് B0 എന്ന് കൊടുത്തു. അതിലിരിക്കുന്ന സ്പെസിമെൻ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടാൽ അതിനുള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ വന്നു. ഒന്നെന്താണ്? ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡും ഒന്ന് ആ സ്പെസിമെൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഫീൽഡും. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കൂ. B equal to the total magnetic field inside the specimen. B equal to എന്ത് കൊടുക്കാം? B0 plus mu0 into M. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. B0 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പ്ലസ് എന്നും കൂടി ആഡ് ചെയ്യണം. ആ സ്പെസിമെനിൽ ഡെവലപ്പ് ചെയ്ത ഫീൽഡ് കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ സ്പെസിമെനിൽ ഡെവലപ്പ് ചെയ്ത ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് mu0 into M. M എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ദെൻ B0യുടെ ആൻസർ നമുക്കറിയാം. നോക്കൂ, B0 ഈക്വൽ ടു എന്താണ്? mu0 into H ആണ് അല്ലേ ഇവിടെ നിന്ന്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? B0ക്ക് പകരം mu0 into H വരും. അപ്പോൾ അവിടെ mu0 കോമൺ ആയതുകൊണ്ട് mu0 into H പ്ലസ് mu0 into M ന് പകരം എടുക്കാം mu0 into H plus M. അപ്പോൾ ഒരു സ്പെസിമെനിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു സ്പെസിമെനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണത്. B equal to mu0 into H plus M. H എന്താണ്? ഇൻ ദ magnetizing field and M is the intensity of magnetization. Then total magnetic field in മറ്റൊരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചു വെക്കുക. B equal to mu into H. ആ രീതിയിൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് എഴുതാൻ പറയുന്നത്. മ്യൂവിന് പകരം എഴുതാം mu0 into mu r into H എന്ന് എഴുതാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പെർമിയബിലിറ്റിയെ റിലേറ്റീവ് പെർമിയബിലിറ്റി ടേമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താ പറയുക? മ്യൂവിന് പകരം എന്താവും? mu0 into mu r. Then there is a relation connecting mu r and susceptibility chi, that is mu r equal to 1 plus chi. അങ്ങനെ ഇക്വേഷൻ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. mu r equal to the relative permeability of the medium is equal to 1 plus chi എന്നുള്ള ആ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അപ്പോൾ mu r നെ നമുക്ക് 1 plus chi വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സ്പെസിമെൻ B equal to എന്ത് പറയാം? mu0 into 1 plus chi into H. ഇങ്ങനെ ഒരു ടേം കൂടി നമുക്ക് പഠിച്ചു വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സിംപ്ലി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ആ ടേമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ടേം ഒന്നുകൂടി നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫീൽഡ്.
എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ the magnetic flux density or magnetic flux per unit area is known as magnetic field. And the second one, magnetizing field, it is the ability of an applied field to magnetize a specimen is called magnetizing field. That is H is equal to B0 by mu 0. B0 is the applied field. And the third one, intensity of magnetization. It is a ratio of total magnetic moment developed in a material by total volume. Clear? That is what's called intensity of magnetization. The fourth one, permeability. It is the ratio of applied field to the magnetizing field. And fifth one, that's magnetic susceptibility. Okay, that's an important term, magnetic susceptibility. It is the ratio of intensity of magnetization to the magnetizing field. Okay, and the last one, total magnetic field in a specimen. നമുക്ക് രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തോ എന്തൊക്കെയാണ്? B equal to mu 0 into 1 plus chi into h, and the second one B equal to mu 0 into h plus m. Okay, ഇപ്പോൾ ഇത്തരം ടേംസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ടേംസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏതൊക്കെ ടേമുകൾ കൂടുതലുണ്ട്, ഏതൊക്കെ കുറവുണ്ട്, ആ രീതിയിലൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാറ്, ക്ലാസിഫൈ ചെയ്യാറ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കതാണ് പഠിക്കാനുള്ളത്. ഇത്തരം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും മെറ്റീരിയൽസിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും പേരുകൾ കേട്ട് പരിചയം ഉണ്ടാവും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ടൈപ്പ് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതുപോലെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ആൻഡ് തേർഡ് വൺ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇതല്ലാത്ത ക്ലാസിഫിക്കേഷനൊക്കെ ഇനിയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 3ആയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷനാണിത്: പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ഞാനിവിടെ ഒരു ബോർഡിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. നമുക്ക് ഓരോ മെറ്റീരിയലും കമ്പയർ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എടുത്ത് കമ്പയർ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രമായിട്ട് എഴുതാം. ഇങ്ങനെ എല്ലാ രീതിയിലും ആൻസർ ചെയ്യാൻ നമുക്ക് ഈ ടേബിൾ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആ 3 പേര് പഠിച്ചു വെക്കുക. നമ്മൾ പഠിക്കുന്ന 3 ടേംസ് എന്തൊക്കെയാണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, അതുപോലെ മൂന്നാമത്തത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇനി നമുക്കതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പല രീതിയിൽ അതിന് ഡെഫിനേഷൻസ് പറയാറുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അതിൽ വളരെ ചെറിയ എമൗണ്ടിലെ മാഗ്നറ്റൈസേഷൻ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആ രീതിയിലല്ല പഠിച്ചു വന്നിരുന്നു. നമുക്ക് ആ രീതിയിലൊരു ഡെഫിനേഷൻ തന്നെ കൊടുക്കാം. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അത് വളരെ ചെറിയ എമൗണ്ടിലെ മാഗ്നറ്റൈസേഷന് വിധേയമാവുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അതിന് മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള കഴിവ് വളരെ കുറവാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, മാത്രമല്ല ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതിൽ നടക്കുന്ന മാഗ്നറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലുമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റും. എന്തായിരിക്കും? when a substance is placed in a magnetic field, it's feebly magnetized along the direction of applied field. Okay, feebly means very small amount. Okay, വളരെ ചെറിയ അളവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഒരു സ്പെസിമെനിൽ മാഗ്നറ്റൈസേഷൻ നടക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അലൂമിനിയം, സോഡിയം, അതുപോലെ ക്രോമിയം, മാംഗനീസ്, ഇതിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് എന്താണ്?
പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ പലപ്പോഴും എന്താണ് ഡെഫിനേഷനും വിത്ത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ രണ്ടെണ്ണം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിന് ആൻസർ കിട്ടണം. മെറ്റീരിയൽ വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് they are feebly magnetized along the direction of applied field. Such materials are known as പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ക്ലിയർ? ഇപ്പോൾ ഡെഫിനേഷൻ പഠിച്ചു, നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ പോകാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കാം. സെയിം കേസ് തന്നെയാണ്. നമ്മളൊരു സ്പെസിമെൻ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അതിൽ സ്ട്രോങ്ലി മാഗ്നറ്റൈസേഷൻ നടക്കുന്നു, ഓക്കെ, അപ്ലൈഡ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലെങ്കിൽ അത്തരം മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നേരത്തെ പറഞ്ഞു, നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓരോന്നിൻ്റെ ഫുള്ളായിട്ട് പഠിക്കുന്നതിന് നല്ലത് ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് നമ്മൾ മൂന്നിൻ്റെയും പഠിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെറ്റീരിയൽ ഏതാണ്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഓർത്തോർത്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്താ അപ്പോൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? മെറ്റീരിയൽ വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് is strongly magnetized along the direction of magnetic field. Clear? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ആ സ്പെസിമെൻ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, അതുപോലെ നിക്കൽ, സ്റ്റീൽ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നു. എന്തായാലും ഡെഫിനേഷൻ പഠിച്ചു വെക്കുക, അതിൻ്റെ എക്സാമ്പിൾ രണ്ടെണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക. ഇവിടെ ഒരു വ്യത്യാസം, നമ്മളൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിൽ മാഗ്നറ്റൈസേഷൻ വളരെ ചെറുതായിരിക്കും, വളരെ കുറവായിരിക്കും. പക്ഷേ അത് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ മാഗ്നറ്റൈസേഷൻ എമൗണ്ട് വളരെ കുറവാണ്. എവിടെ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലും എമൗണ്ട് വളരെ കുറവായിരുന്നു, പക്ഷേ അത് അപ്ലൈഡ് ഫീൽഡിന് ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിൽ മാഗ്നറ്റൈസേഷൻ നടക്കുകയുള്ളൂ, പക്ഷെ അത് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? Material which when placed in a magnetic field are feebly magnetized opposite to the applied field. Okay, such material is known as diamagnetic material. Clear? Okay, example എന്താണ്? വാട്ടർ, ഗോൾഡ്, അല്ലേ, സിൽവർ, മെർക്കുറി, അങ്ങനെ എക്സാമ്പിൾസ് കൂടിയുണ്ട്. എന്തായാലും രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ടെണ്ണം എഴുതിയത്. വാട്ടർ ആൻഡ് ഗോൾഡ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. മൂന്നിൻ്റെയും ഡെഫിനേഷൻ പഠിച്ചു. ഞാൻ ഒന്നുകൂടി പറയാം, മൂന്നിൻ്റെയും ഡെഫിനേഷൻ പഠിച്ചു വെച്ചോളാം. Materials which when placed in a magnetic field are feebly magnetized along the direction of applied field are called paramagnetic substances. Okay, then second one, materials which when placed in a magnetic field are strongly magnetized along the direction of applied field are called ferromagnetic substances. And the third one, materials which when placed in a magnetic field are feebly magnetized but opposite to the applied field are known as diamagnetic materials. മൂന്നിൻ്റെയും എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. 8 പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഓരോ ആറ്റത്തിനും ഉള്ള മാഗ്നറ്റിക് മൊമെന്റ് വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓരോ ആറ്റം എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഓരോ ആറ്റത്തിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് സ്മോൾ ആയിരിക്കും. അതേ പ്രോപ്പർട്ടി തന്നെയാണ് ആർക്കും ഉള്ളത്? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ഫെറോമാഗ്നറ്റിക്കിനും അതുപോലെ പാരാമാഗ്നറ്റിക്കിനും സെയിം ആണ്. ഫോർ എ സിംഗിൾ ആറ്റം ദ മാഗ്നറ്റിക് മൊമെന്റ് ഈസ് സ്മോൾ. ഓക്കെ, എന്നാൽ വ്യത്യാസമായിട്ടുള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലാണ്. അതിന് ഓരോ ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന് എന്തില്ല എന്നുള്ളതാണ്? മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, അതിന് നാച്ചുറൽ സ്റ്റേറ്റിൽ എന്തില്ല? മാഗ്നറ്റിക് മൊമെന്റ് 0 ആണ്. അപ്പോൾ വ്യത്യാസപ്പെടുന്നത് അവിടെ ഡയാമാഗ്നറ്റിന്റെ കേസിലാണ്. ആറ്റംസ് പൊസസ് നോ മാഗ്നറ്റിക് മൊമെന്റ്. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കൂ.
നമ്മൾ ഒരു മെറ്റീരിയൽ, ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുകയാണെങ്കിൽ അത് ആ എക്സ്റ്റേണൽ ഫീൽഡിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, അലൈൻ ചെയ്യപ്പെടുക. ഓക്കെ, അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഏതിനും, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനും. എന്നാൽ വ്യത്യാസം വരുന്നത് നേരത്തെ പോലെ ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ നമ്മളൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ അത് ഫ്രീ ആണെങ്കിൽ അത് എങ്ങനെ അലൈൻ ചെയ്യപ്പെടുന്ന പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, അലൈൻ ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി അതേ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഫ്രീലി സസ്പെൻഡഡ് മെറ്റീരിയൽ ഓൾവേസ് അലൈൻഡ് parallel to the applied field in the case of paramagnetic substance and ferromagnetic substance, but it is aligned perpendicular to the applied field in the case of diamagnetic substance. Clear? Okay, and third one, നോക്കൂ, തേർഡ് വണ്ണിലും ഇതേപോലെ പാരാമാഗ്നറ്റിക്കിലും ഫെറോമാഗ്നറ്റിക്കിലും സെയിം പിക്ചറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഡയാമാഗ്നറ്റിക്കിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു സ്പെസിമെൻ വെക്കുകയാണെങ്കിൽ നോക്കൂ, ഇത് ഫീൽഡ് ലൈൻസ് ആണ്. പുറത്തുകൂടെ പോകേണ്ട ഫീൽഡ് ലൈൻസ് പോലും എന്ത് ചൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ പോകാനാണ് അത് താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസിൽ ആ സ്പെസിമെൻ്റെ ഉള്ളിലൂടെ പോകേണ്ട ഫീൽഡ് ലൈൻസ് കൂടിയും പുറമേ കൂടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, ദ ഫീൽഡ് ലൈൻസ് പ്രിഫർ പാസ് ത്രൂ ദ സ്പെസിമെൻ റാദർ ദാൻ ഔട്ട്സൈഡ് ഇൻ ദ കേസ് ഓഫ് പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. രണ്ട് കേസിലും ഫീൽഡ് ലൈൻസ് മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ പോകാനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്നാൽ ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസിലോ ദ ഫീൽഡ് ലൈൻസ് പ്രിഫേഴ്സ് പാസ് ത്രൂ ദ സറൗണ്ടിങ്സ് റാദർ ദാൻ ത്രൂ ഇൻസൈഡ്. ഓക്കെ, ഉള്ളിലൂടെ പോകേണ്ട ഫീൽഡ് ലൈൻസ് പോലും ഉള്ളിലൂടെ പോകാതെ പുറത്തുകൂടെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതാണ് ഈ എഫക്റ്റ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ മീസ്നർ എഫക്റ്റ് എന്താ, ദ എക്സ്പെൽഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് ഫ്രം എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിന്നും ഫീൽഡ് ലൈൻസ് പുറന്തള്ളപ്പെടുന്ന ആ പ്രോസസ്സിനെ നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വ്യത്യാസത്തോടെ മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് കേസിലും എന്താണ്, ഫീൽഡ് ലൈൻസ് മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ മൂന്നാമത്തെ കേസിൽ മെറ്റീരിയലിൻ്റെ പുറത്തുകൂടെ പോകാനാണ് അത് ശ്രമിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. നമ്മളൊരു മെറ്റീരിയൽ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എല്ലായിടത്തും എന്തല്ല, ഈക്വൽ അല്ല. ചില സ്ഥലത്ത് സ്ട്രോങ് ആയിരിക്കും, ചില സ്ഥലത്ത് വീക്ക് ആയിരിക്കും. അങ്ങനെ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അത് വീക്കർ പാർട്ടിൽ നിന്നും സ്ട്രോങ്ങർ പാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. എന്തൊക്കെയാണെങ്കിൽ ആ മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആണെങ്കിലും ഫെറോമാഗ്നറ്റിക് ആണെങ്കിലും. അപ്പോൾ നോക്കൂ, ഇതൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനും ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനും ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഒന്നാണ് എന്ത് നാലാമത്തതും, paramagnetic material moves from weaker part to stronger part of a non-uniform magnetic field. ഓക്കെ, അപ്പോൾ അതേ പ്രോപ്പർട്ടിയാണ് ഫെറോമാഗ്നറ്റിക്കിനുള്ളത്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും അതെന്ത് ചെയ്യും, വീക്കർ പാർട്ടിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്ടിലേക്ക് അത് മൂവ് ചെയ്യും. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വരുന്നത്. ദ മൂവ് സ്ട്രോങ്ങർ പാർട്ട് ടു വീക്കർ പാർട്ട്. ആ ഫീൽഡിന്റെ സ്ട്രോങ് ആയ ഭാഗത്ത് നിന്ന് വീക്കായ ഭാഗത്തേക്കായിരിക്കും ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ അത് മൂവ് ചെയ്യുക എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ അവിടെ സിംപ്ലി അത് കമ്പാരിസൺ പഠിച്ചു വെച്ചാൽ മതി. The relative permeability is greater than 1 in the case of paramagnetic material. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി മിക്ക മെറ്റീരിയൽസിന് 1 or greater than 1 ആയിരിക്കും. എയറിനാണ് നമ്മൾ 1 പറയാറ്. ഓക്കെ, എന്തായാലും അപ്പം പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണത് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതുകൊണ്ട് തന്നെ അത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലും അത് ഗ്രേറ്റർ ദാൻ 1 തന്നെയാണ്. പക്ഷേ അത് എന്തിനേക്കാൾ സ്ട്രോങ് ആണ്, പാരാമാഗ്നറ്റിക്കിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയേക്കാൾ സ്ട്രോങ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ആ രീതിയിൽ അത് പഠിച്ചു വെക്കുക. ദെൻ ആറാമത്തെ പ്രോപ്പർട്ടി,
നോക്കൂ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ μr ഈസ് ലെസ് ദാൻ 1. ക്ലിയർ? അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ്. ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തിൽ കുറവാണ്? 1ൽ കുറവാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആറാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് സസെപ്റ്റിബിലിറ്റി ആണ് അല്ലേ. ആ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആൻഡ് സ്മോൾ ആണ് ഇതിൻ്റെ കേസിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത് ഫീബ്ലി മാഗ്നറ്റൈസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അപ്ലൈഡ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണ് ബട്ട് സ്മോൾ. ഓക്കെ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താ? സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാം? ഇതിന്റെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ് ബട്ട് ലാർജ് ആണ് അല്ലേ. നന്നായിട്ട് അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് ലാർജ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് സ്മോൾ. ഓക്കെ, ക്ലിയർ ആണ് കൺസെപ്റ്റ്? വളരെ വീക്ക് ആയിട്ട് എന്തുള്ളൂ? മാഗ്നറ്റൈസ് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ അത് എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് സസെപ്റ്റിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഏഴാമത്തത് ഒരു ലോ ആണ്. നമ്മളതിനെ ക്യൂറീസ് ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യൂറീസ് ലോ പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റിയും അതിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഒരു മെറ്റീരിയൽ ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും ആ മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ് ക്യൂറീസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂറീസ് ലോ എന്താ? The law states that the susceptibility of a magnetic material is inversely proportional to the absolute temperature. Clear? As temperature increases, the susceptibility of the material decreases. Okay, അപ്പോൾ ആ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂറീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും പാരാമാഗ്നറ്റിക്കും അതുപോലെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലും ക്യൂറീസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസോ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള കഴിവ് കുറയും എന്നർത്ഥം. അതിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറയും. അതാണ് ഞാൻ ഈ രണ്ട് ഇക്വേഷൻ രണ്ടിലാക്കി എഴുതിയെന്നുള്ളൂ. The two materials obey Curie's law. പ്രോപ്പർട്ടി എങ്ങനെ പഠിച്ചു വെക്കേണ്ടത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ obeys Curie's law. Same ferromagnetic substance also obeys Curie's law. എന്താ Curie's law എന്ന് ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. The susceptibility is inversely proportional to temperature. Then proportionality മാറ്റിയാൽ susceptibility is equal to C into mu 0 by T. mu 0 നമുക്കറിയാം. C is called Curie's constant. അവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ Curie's constant എന്ന് വിളിക്കും. ഓക്കെ, എന്നാൽ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ എന്തായിരിക്കും? അത് ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂറീസ് ലോ ഒബേ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ വാരി ചെയ്താലും എന്തിൽ മാറ്റം വരുന്നില്ല? സസെപ്റ്റിബിലിറ്റിയിൽ മാറ്റം വരുന്നില്ല. ക്ലിയർ? ഇപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും ആദ്യത്തെ രണ്ട് മെറ്റീരിയൽസ് ആയ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെയും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെയും സസെപ്റ്റിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്നാൽ അവിടെ യാതൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. എന്തിൻ്റെ കേസിൽ? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസിൽ. അതാണ് ഏഴാമത്തെ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ദ ലാസ്റ്റ് വൺ, ഓക്കെ, നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഫീബ്ലി മാഗ്നറ്റൈസ്ഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എന്നാൽ നമ്മളൊരു ഈ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ചാലോ? നമ്മൾ ഫീൽഡ് വെക്കുമ്പോൾ അത് മാഗ്നറ്റൈസ് ചെയ്യുന്നു. ആ ഫീൽഡ് എടുത്ത് ഒഴിവാക്കിയാലോ ആ മെറ്റീരിയൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡീമാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. അതാണ് എട്ടാമത്തെ പ്രോപ്പർട്ടി. The material loses magnetism when the applied field is removed. Okay, നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിസം പഴയ പോലെ 0 ആയി മാറുന്ന അർത്ഥം. അതാണ് ഏതിന്റെ കേസിൽ വരുന്നത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടും. അതുതന്നെയാണ് ഡയാമാഗ്നറ്റിക്കിലും. സാധാരണ പാരയും ഫെറോ ആണ് സിമിലർ ആയി വരാറ്. ഇവിടെ അങ്ങനെയല്ല, പാരയും ഡയാമാഗ്നറ്റിക്കുമാണ് സെയിം ആയിട്ട് വരുന്നത്. എന്താണ് പറയുന്നത്? നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിലെ മാഗ്നറ്റൈസേഷൻ എന്ത് ചെയ്യും? നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ രണ്ട് പ്രോപ്പർട്ടി പറയുന്നത്. എന്നാൽ ഫെറോമാഗ്നറ്റിക്കിന്റെ കേസിൽ രണ്ട് കേസ് ഉണ്ട്.
ചില തരത്തിലുള്ള ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചിലതിൽ നമ്മൾ അപ്ലൈഡ് ഫീൽഡ് പിൻവലിച്ചാലും കുറച്ച് മാഗ്നറ്റൈസ് അവിടെ ബാക്കി നിൽക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുന്നുവെങ്കിൽ അത്തരം മെറ്റീരിയൽസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സോഫ്റ്റ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ചാലും കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ നമ്മൾ സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്നും വിളിക്കും. അപ്പോൾ പൊതുവേ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫീൽഡ് പിൻവലിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽസിന് എന്ത് നഷ്ടപ്പെടും? മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടും. 3 കേസിലും. അതിൽ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ മെറ്റീരിയൽസ്, ചില പെർട്ടിക്കുലർ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ചാലും അതിൽ മാഗ്നറ്റൈസേഷൻ ബാക്കി നിൽക്കുന്നത്. അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന ഈ 3 ക്ലാസിഫിക്കേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും. നന്നായിട്ട് പഠിച്ചു വെക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് സാധാരണ ഒന്നെങ്കിൽ എർത്ത്സ് മാഗ്നറ്റിസവും അതുപോലെ ഈ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ്. ആ രീതിയിൽ ഇത് മനസ്സിലാക്കി വെക്കുക. ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു. 8 പ്രോപ്പർട്ടീസും അവ തമ്മിലുള്ള വ്യത്യാസവും നന്നായിട്ട് പഠിച്ചു വെക്കുക. നോട്ട് വെച്ച് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളും ഏതാണ് സ്ട്രോങ് ഏതാണ് വീക്ക് അല്ലെങ്കിൽ എന്ത് വ്യത്യാസമാണ് ഓരോ പ്രോപ്പർട്ടിയിലുള്ളത് ഈ രീതിയിൽ ഇത് പഠിച്ചു വെക്കുക നന്നായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്ന് ഓർത്തു വെക്കേണ്ട ഒരു കേസ്, നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുമ്പോൾ അല്ലേ, സീറോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെ കുറിച്ചും അല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ്. അങ്ങനെ ഒരു പോയിന്റ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ മെയിൻലി യൂസ്ഡ് ടു ഡെവലപ്പ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ടൊരു പ്രോപ്പർട്ടി കൂടി നമ്മൾ പഠിച്ചു വെക്കുക. ഇതിലെ പ്രോപ്പർട്ടീസിൽ വന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ക്യൂറീസ് ലോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക. എന്തായിരുന്നു? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സസെപ്റ്റിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ക്ലിയർ? അപ്പോൾ അവിടെ മറ്റൊരു ആൻസർ കൂടി നമുക്ക് പഠിച്ചു വെക്കാം. നോക്കൂ, ഇവിടെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആൻഡ് സ്മോൾ അല്ലേ, എന്നാൽ ഫെറോയിലോ പോസിറ്റീവ് ആൻഡ് ലാർജ് ആണ്. അങ്ങനെ പോസിറ്റീവ് ആൻഡ് ലാർജ് ഉള്ള ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ ചൂടാക്കിയാൽ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറയല്ലോ. സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സസെപ്റ്റിബിലിറ്റി കുറയും. അങ്ങനെ ലാർജ് ആയിരുന്ന സസെപ്റ്റിബിലിറ്റി ഹീറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ സ്മോളായി മാറാമല്ലോ. അങ്ങനെ സ്മോളായി മാറിക്കഴിഞ്ഞാൽ എന്തിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും? പിന്നെ പാരാമാഗ്നറ്റിക്. ക്ലിയർ ആയല്ലോ? സ്ട്രോങ് സസെപ്റ്റിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി കുറഞ്ഞ് അത് എന്തിൻ്റെ റേഞ്ചിലേക്ക് എത്തി എന്ന് വിചാരിക്കുക? പാരാമാഗ്നറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി ഉള്ള ഒരു സസെപ്റ്റിബിലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ കേസിൽ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്യൂറി ടെമ്പറേച്ചർ എന്നും പറയാറുണ്ട്. എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിക്കംസ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? അതെന്ത് വെച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ക്യൂറീസ് ലോ വെച്ചാണ് എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തത്, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ക്ലിയർ? കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ വ്യത്യാസങ്ങളും അതിന് സിമിലാരിറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുള്ള ഹിസ്റ്ററിസിസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ 2 ടോപ്പിക്സ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്നുള്ള കൺസെപ്റ്റാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഹിസ്റ്ററിസിസ് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. നോക്കൂ, ഒരു സോളിനോയിഡ്,
ആ സോളിനോയിഡിലൂടെ ഐ കറണ്ട് പാസ് ചെയ്യുന്നു. നമുക്ക് ആ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഞാനിവിടെ ഒരു സോഴ്സ് കാണിക്കാം. ആ സോഴ്സിനെ നമുക്ക് വോൾട്ടേജ് വാരി ചെയ്യിച്ച് ഈ കറണ്ട് വാരി ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഈ വോൾട്ടേജ് നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും, നമുക്ക് കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടും സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ സോളിനോയിഡിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? B = μ0 Ni. ഓക്കെ, ഇവിടെ μ0യും Nഉം കോൺസ്റ്റന്റ് ആണ്. I വാരി ചെയ്യുമ്പോൾ B വാരി ചെയ്യും. ഓക്കെ, I അങ്ങോട്ട് പോകുമ്പോൾ ഐയുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുകയാണെങ്കിൽ അങ്ങോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടി വരും. ഇനി നമ്മൾ കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുകയും അവിടെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുകയും ചെയ്താൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, കൂടി വരും. ഇങ്ങനെ ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വാരി ചെയ്യിക്കാനുള്ള ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഒരു സോളിനോയിഡ് എടുത്തിട്ടുള്ളത്. ആ സോളിനോയിഡിലുള്ള കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാരി ചെയ്യിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു സ്പെസിമെൻ വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു മെറ്റീരിയൽ. ആ മെറ്റീരിയൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെസിമെൻ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അങ്ങോട്ടാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക. ചില കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ സോളിനോയിഡിലൂടെ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B0 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ B0 എന്താണ്? ആ സോളിനോയിഡിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സോളിനോയിഡിന്റെ H എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്താ H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഈ ഉള്ളിലെ സ്പെസിമെനെ എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിച്ചത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പഠിച്ചു അല്ലേ. ഇവിടെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്താ H കാണുന്ന ഇക്വേഷൻ? H = നമ്മൾ നേരത്തെ പഠിച്ചു μ0/μ0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ μ0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് പഠിക്കാം? H = Ni. ഈ ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റൈസിങ് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് H = എന്താണ്, N × I. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് നമുക്ക് സ്ട്രോങ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ നമ്പർ ഡെൻസിറ്റി കൂട്ടിയാൽ മതി, അല്ലെങ്കിലോ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടിയാലോ അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇനി B0 അങ്ങ് മറക്കാം, പകരം നമ്മൾ H ആണ് എടുക്കുന്നത്. എന്താണ് H? ആ സോളിനോയിഡിന്റെ ഉള്ളിലിരിക്കുന്ന സ്പെസിമെനെ ആ സോളിനോയിഡിന്റെ ഫീൽഡിന് എന്തുമാത്രം മാഗ്നറ്റൈസ് ചെയ്യാൻ കഴിയും, അതാണ് എന്ത്, H. അങ്ങനെ ഈ സ്പെസിമെൻ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത ഈ സ്പെസിമെൻ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ B എന്നെടുത്തോ. B അപ്ലൈഡ് ഫീൽഡ് അല്ല എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. B0 ആയിരുന്നു അപ്ലൈഡ് ഫീൽഡ്. ആ B0ക്ക് ഉള്ളിലുള്ള സ്പെസിമെനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്തെടുത്തു, H എന്നെടുത്തു. ആ H കൊണ്ട് ആ സ്പെസിമെന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്തെടുത്തു, B. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന്റെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കഴിവാണ് H. അതുവഴി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡാണ് B എങ്കിൽ നോക്കൂ. ഇനി നമ്മൾ ഒരു പെർട്ടിക്കുലർ H അപ്ലൈ ചെയ്തപ്പോൾ B ഉണ്ടാവില്ലേ, നമ്മൾ H ഇൻക്രീസ് ചെയ്യിക്കാം. എങ്ങനെ? I കൂട്ടിക്കഴിഞ്ഞാൽ H കൂടുമല്ലോ, കറണ്ട് കൊണ്ടുവരുന്നതനുസരിച്ച് H കൂടി വരും. H കൂടി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, B കൂടി വരും. ഇത് നമ്മളൊരു ഗ്രാഫായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നോക്കൂ, ഞാനൊരു XY ഗ്രാഫ് എടുക്കാം. X ആക്സിൽ ഞാൻ എടുക്കുന്നത് H ആണ്, കാരണം നമ്മളതാണ് വാരി ചെയ്യിക്കുന്നത്. അതിനനുസരിച്ച് വാരി ചെയ്യുന്നത് ആ സ്പെസിമെൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ. ഓക്കെ, നമ്മൾ ആദ്യത്തെ മാഗ്നറ്റിക് ഫീൽഡ് വിട്ടു. ആ B0 കൂട്ടുമ്പോഴാണ് H കൂടുക, അത് നമ്മൾ എടുക്കുന്നില്ല. എന്തായാലും H കൂട്ടുമ്പോൾ ഉള്ളിലെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എന്ത് കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അങ്ങനെയാണെങ്കിൽ H കൂട്ടുന്നതനുസരിച്ച് ഇതാ B ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് കിട്ടുക. ആസ് H increases B increases. What is B? The field inside the specimen. അങ്ങനെ ഒരു മാക്സിമം H കൊടുത്തു. ആ സമയത്ത് സ്പെസിമെൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നന്നായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കറണ്ട് കുറക്കുകയാണ്.
ഓക്കെ. കറണ്ട് കുറക്കുമ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയാൻ കാരണം നമ്മൾ സോളിനോയിഡിന് എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ എച്ച് കുറക്കുകയാണ് വിചാരിക്കാം. അങ്ങനെ എച്ചിൻ്റെ വാല്യൂ കുറക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ സ്പെസിമെൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ സ്റ്റഡി മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ സ്റ്റഡി വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ നോക്കൂ, എച്ച് 0 ആയിട്ടും ബി 0 ആവുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് വെച്ചതെന്ന് അസ്യൂം ചെയ്താൽ മതി. എന്താ സ്ട്രോങ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് പിൻവലിച്ചാലും ആ സ്പെസിമെൻ്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ബാക്കി ഉണ്ടാവും അല്ലേ? അത്ര മെറ്റീരിയൽസേ നമ്മൾ എന്ത് വിളിച്ചത്? സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള മെറ്റീരിയൽ സ്ട്രോങ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എച്ച് 0 ആയി, പക്ഷെ ബി 0 ആയില്ല, കുറച്ച് ബി അവിടെ ബാക്കിയായി. ഓക്കെ. ദെൻ ആ ബാക്കിയാവുന്ന ബിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ്. ക്ലിയർ? ഒരു ഉത്തരം പഠിച്ചു വെക്കുക. എന്താണ്? ഒരു മെറ്റീരിയലിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത് തിരിച്ച് ഡീമാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്തും സ്പെസിമെൻ്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ബാക്കി നിൽക്കുന്നുണ്ട്. ആ ബാക്കി നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ്. അപ്പോൾ എന്താണ് റെമനൻസ് അല്ലെങ്കിൽ റിട്ടൻറ്റിവിറ്റി? The value of magnetic field inside the specimen even when the magnetizing field is reduced to 0. ക്ലിയർ? ആ എച്ചിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് കുറച്ചിട്ടും ആ സ്പെസിമെൻ്റെ ഉള്ളിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ വീണ്ടും 0 ആക്കാൻ എന്താ മാർഗം? നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ട് കൊടുക്കുക. കറണ്ട് മാറ്റിയിട്ട് കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് മാറുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബാക്കി നിന്നിരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി എന്ത് ചെയ്യും? ഈ ഓപ്പോസിറ്റ് എച്ച് എന്ത് ചെയ്യും? 0 ആക്കി മാറ്റും. ഓക്കെ. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നത് വീണ്ടും എന്തായി മാറി? നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടൊരു, നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? എച്ച് കൂട്ടി കൂട്ടി വന്നു, അതിനനുസരിച്ച് ബി കൂടി കൂടി വന്നു അല്ലേ? ദെൻ എച്ച് കുറച്ച് 0 ആക്കി, പക്ഷെ ബി 0 ആയില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇനി എച്ച് ഓപ്പോസിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. എച്ച് ഇങ്ങനെ കൂടി വന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ എച്ച് ആയപ്പോൾ ഈ ബി എന്തായി പോയി? 0 ആയി മാറി. ദെൻ ഗ്രാഫിക്കലി നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സ് എച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബി എന്തായി മാറി? 0 ആയി മാറി അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എച്ച് കൂട്ടി കൊണ്ടുവന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ എച്ച് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കി നിന്നിരുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും എന്തായി മാറി? 0 ആയി മാറി. അപ്പോൾ ആ 0 ആയി മാറാൻ നമ്മൾ കൊടുത്ത് ഒരു റിവേഴ്സ് എച്ച് ഉണ്ട് അല്ലേ? റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോഴ്സിവിറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹിസ്റ്ററിസുമായി ബന്ധപ്പെട്ട മറ്റൊരു ആൻസർ ആണ് കോഴ്സിവിറ്റി. എന്താ കോഴ്സിവിറ്റി? ദ റിവേഴ്സ് എച്ച് ടു റെഡ്യൂസ് ബി ടു 0. ഓക്കെ. അപ്പോൾ ആ ബി ബാക്കി നിന്നിരുന്ന ബിയെ 0 ആക്കി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് എച്ചിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണെന്ത്? കോഴ്സിവിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ആൻസർ കൂടി അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഇനി ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ബി 0 ആയല്ലോ, വീണ്ടും നമ്മൾ എച്ച് ഇതേ ഡയറക്ഷനിൽ കൂട്ടുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ബി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അല്ലേ? നേരത്തെ എങ്ങനെയായിരുന്നു നോക്കൂ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബിയും എച്ചും ആണത്. നമുക്ക് എച്ച് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ബി കൂടി വന്നു. എച്ച് 0 ആയപ്പോൾ ബി 0 ആയില്ല, കുറച്ചും കൂടി ബി 0 ആവാണ്ട് അല്ലേ? ഒരു 0 പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ രണ്ടും ഒരുമിച്ചായിരുന്നു. ഇവിടെ നോക്കൂ, നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുന്നതനുസരിച്ച് സ്പെസിമെൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി. മാഗ്നറ്റൈസിങ് ഫീൽഡ് കുറച്ചപ്പോൾ സ്പെസിമെൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് പക്ഷേ കുറഞ്ഞിരുന്നു, പക്ഷേ എച്ച് 0 ആയിട്ടും ബി 0 ആയില്ല. അപ്പോൾ ഈ എച്ചിന് നമ്മൾ റിവേഴ്സ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തായത്? ബി 0 ആയത്. ഇനി റിവേഴ്സ് എച്ച് വീണ്ടും കൂട്ടിയാലോ ബി കൂടി വരും. ദെൻ വീണ്ടും നമ്മൾ എച്ചിനോ നേരത്തെ കൊടുത്ത അതേ ഡയറക്ഷനിലേക്ക് മാറ്റുമ്പോഴോ വീണ്ടും ബി കുറഞ്ഞു വരും, പക്ഷേ 0 ആവില്ല. അപ്പോഴവിടെ ബാക്കി നിൽക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ഗ്രാഫ് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചിവിടെ വരും. പിന്നെയും നമ്മൾ ഓപ്പോസിറ്റ് എച്ച് കൊടുത്താലേ എന്താവുള്ളൂ? ഈ ബി 0 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഏത് സമയത്ത്? ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റൈസ് ചെയ്യുന്നു, ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. മീൻസ് ഒരു പോസിറ്റീവ് വെച്ച് കൊടുക്കുന്നു, നെഗറ്റീവ് വെച്ച് കൊടുക്കുന്നു, വീണ്ടും പോസിറ്റീവ് വെച്ച് കൊടുക്കുന്നു, നെഗറ്റീവ് വെച്ച് കൊടുക്കുന്നു. ഈ പ്രോസസ്സ് തുടരുമ്പോൾ ബിയുടെയും എച്ചിൻ്റെ ഇടയിൽ ഒരു ലാഗിങ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് എച്ച് മാക്സിമം ആയപ്പോൾ ബി അതിൻ്റെ മാക്സിമം ആയി, പക്ഷേ എച്ച് 0 ആയപ്പോൾ ബി തിരിച്ച് 0 ആയില്ല. ക്ലിയർ? അവിടെ ലാഗിങ് വന്നല്ലോ. ഇത്തരത്തിലുള്ള ഒരു ലാഗിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്?
മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. അപ്പോൾ ഹിസ്റ്ററിസിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹിസ്റ്ററിസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The lagging of magnetic field inside the specimen behind the magnetizing field, and this phenomenon is called magnetic hysteresis at the time of magnetization and demagnetization. Clear? അപ്പോൾ ആൻസർ നന്നായിട്ട് പഠിച്ചു വെക്കുക. At the time of magnetization and demagnetization, the lagging of magnetic field inside the specimen behind the magnetizing field is called hysteresis. Clear? ആ ഹിസ്റ്ററിസിസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? ഹിസ്റ്ററിസിസ് ലൂപ്പ് അല്ലേ? ദ ഗ്രാഫ് റെപ്രസെന്റിംഗ് ദ വേരിയേഷൻ ഓഫ് ഫീൽഡ് ഇൻസൈഡ് ദ സ്പെസിമെൻ വിത്ത് റെസ്പെക്ട് ടു ദ അപ്ലൈഡ് മാഗ്നറ്റൈസിംഗ് field. Okay, and that is what's called hysteresis loop. Clear? Then retentivity നമ്മൾ പറഞ്ഞു, the value of magnetic field in the specimen even when H is reduced to 0. And second one is coercivity. And the coercivity, the reverse H to demagnetize the specimen. ഉള്ളിലുണ്ടായിരുന്ന B 0 ആക്കാൻ നമ്മൾ കൊടുക്കുന്ന reverse H ന്റെ വാല്യൂ ആണ് എന്ത്? coercivity. ക്ലിയർ? അപ്പോൾ ഇതാണ് ഹിസ്റ്ററിസിസ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഈ 4 പോയിന്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. വാട്ട് ഈസ് ഹിസ്റ്ററിസിസ്, വാട്ട് ഈസ് മീൻ ബൈ ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ പിക്ചർ വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലെ ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാം. നോക്കൂ, ഇതിലൊരു കൺസെപ്റ്റ് ഇതിലാണ്. അപ്പോൾ നമുക്ക് പി ക്യൂ 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് സെൻട്രൽ പോയിന്റ് O ആണെങ്കിൽ OP എന്നുള്ളതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? റിറ്റൻറ്റിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. OQ എന്നുള്ളതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? കോഴ്സിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യും അല്ലേ? ബാക്കിയാവുന്ന ബിയുടെ വാല്യൂ ആണ് OP. ദെൻ ഈ B 0 ആവാൻ കൊടുക്കേണ്ട റിവേഴ്സ് Hന്റെ വാല്യൂ ആണ് എന്ത്? OQ. ഇങ്ങനത്തെ പിക്ചേഴ്സ് തന്നിട്ട് അത് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ആ വാല്യൂ ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ 2 ഹിസ്റ്ററിസിസ് ലൂപ്പ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെ 2 ഹിസ്റ്ററിസിസ് ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കമ്പാരിസൺ നടത്തുക? നമുക്കൊരു ഗ്രാഫ് പലപ്പോഴും അങ്ങനെയും ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് കിട്ടി, ദെൻ അതുപോലെ ഇങ്ങനെ ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് കിട്ടി. ഇങ്ങനെ 2 ലൂപ്പ് നമ്മൾ കിട്ടി. A എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയും B എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയും ഹിസ്റ്ററിസിസ് ലൂപ്പ് തന്നു. നമ്മൾ ചോദിക്കുകയാണ് ഇതിൽ ഏതിനാണ് റിറ്റൻറ്റിവിറ്റി കൂടുതൽ? എങ്ങനെ കണ്ടെത്തുക? ഇതിൽ ഹൈറ്റ് കൂടിയതിനാണെന്ത്? റിറ്റൻറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഈ മെറ്റീരിയൽ എക്കാണെന്ത്? റിറ്റൻറ്റിവിറ്റി കൂടുതൽ. അവിടെ H 0 ആകുമ്പോഴും കൂടുതൽ B അതിലാണ് ബാക്കി നിൽക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. വിഡ്ത്ത് കൂടുതലുള്ളതിനാണ് എന്ത് കൂടുതൽ? വിഡ്ത്തിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? കോഴ്സിവിറ്റി എന്നുള്ളത് അല്ലേ? ആ B 0 ആവാൻ വേണ്ട, അല്ലെങ്കിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് B 0 ആവാൻ വേണ്ട റിവേഴ്സ് H. ഇവിടെ നോക്കൂ, ഈ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം റിവേഴ്സ് H കുറവാണ്, രണ്ടാമത്തെ ഗ്രാഫ് റിവേഴ്സ് H കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 മെറ്റീരിയലിൽ ഏതിനാണ് കോഴ്സിവിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ B എന്ന് പറയുന്ന മെറ്റീരിയലിനാണ് കോഴ്സിവിറ്റി കൂടുതൽ. ഇനി ഈ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ ഒക്കെ നടക്കുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഏരിയയാണ് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിലാണ് എനർജി ലോസ് ഉണ്ടാവുക? B എന്ന് പറയുന്ന മെറ്റീരിയലിനാണ് A എന്ന മെറ്റീരിയലിനേക്കാൾ കൂടുതൽ എനർജി ലോസ് ഉള്ളത്. കാരണം അതിനാണ് ഏരിയ കൂടുതൽ. അപ്പോൾ ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ ഏരിയ നോക്കിയിട്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്ന എനർജി ലോസ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ 2 ഗ്രാഫ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 വ്യത്യാസങ്ങളാണ് ചോദിക്കാൻ ചാൻസ്. ഒന്ന് റിറ്റൻറ്റിവിറ്റി ഏതിനാണ് കൂടുതൽ, ഹൈറ്റ് കൂടുതലുള്ളതിന് റിറ്റൻറ്റിവിറ്റി കൂടുതൽ, കോഴ്സിവിറ്റി ഏതിനാണ് കൂടുതൽ വെച്ചാൽ വിഡ്ത്ത് കൂടുതലുള്ളതിന് കോഴ്സിവിറ്റി കൂടുതൽ, ദെൻ അതുപോലെ എനർജി ലോസ് ചോദിച്ചാൽ ഏരിയ ഏതിനാണോ കൂടുതൽ അതിലാണ് എനർജി ലോസ് കൂടുതൽ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റണം. ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ള കൺസെപ്റ്റ്. രണ്ടും നമുക്കറിയാം. എന്താ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ബാർ മാഗ്നറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ? അതുപോലെ പല ഷേപ്പിലുള്ള മാഗ്നറ്റ്സ് വാങ്ങാൻ കിട്ടും. എന്താ അതിനൊക്കെ പ്രത്യേകത? അതിൻ്റെ മാഗ്നറ്റിസം എപ്പോഴും അതിലുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിസം അതിൽ നിലനിൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാലം അതിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത്തരം മെറ്റീരിയൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെർമനന്റ് മാഗ്നറ്റ്സ്.
ക്ലിയർ? അതർവൈസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് താൽക്കാലികമായ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, ക്രെയിനുകളിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് യൂസ് ചെയ്യും. നമുക്കറിയാം എന്താ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പിച്ചുരുൾ എടുത്താൽ മതി, ഒരു സോളിനോയിഡ് എടുത്താൽ മതി, ആ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എപ്പോഴാണോ നമ്മൾ കറണ്ട് ഓഫ് ചെയ്യുന്നത് ആ സമയത്ത് അതെന്തായിരിക്കും? ഡിമാഗ്നറ്റൈസ് ചെയ്യപ്പെടും. അത്തരം മാഗ്നറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റ്സ്. അവിടെ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കുക. എന്താണ്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ചില എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളാണ് അൽനിക്കോ, കൊബാൾട്ട്, അതുപോലെ ടിക്കോളൻ എന്ന് പറയുന്ന ചില മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ചില പ്രധാനമായിട്ടും അലോയ്സ് ആണ്. ഇത്തരം അലോയ്സ് ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തായാലും പ്രത്യേകത പറഞ്ഞ് നമ്മൾ അതിലെ മാഗ്നറ്റിസം കുറേ കാലം അതിൽ നിലനിൽക്കുന്നുള്ളതാണ് പ്രത്യേകത. ദെൻ മറ്റൊന്ന് സോഫ്റ്റ് അയൺ ആണ് പ്രധാനമായിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പറഞ്ഞത്, നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുന്നു. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു സോളിനോയിഡ് ആയിരിക്കും. ആ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ എങ്ങനെ നോക്കൂ? ബി ഈക്വൽ ടു μ0 ഇൻറ്റു μr ഇൻറ്റു n ആയി എഴുതിക്കാലോ. ഓക്കെ, ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആവും. എത്ര ടൈംസ്? μr ടൈംസ്. ജനറലി നമ്മൾ എഴുതുമ്പോൾ എന്താ എഴുതാറ്? ബി ഈക്വൽ ടു μ0 ഇൻറ്റു n ആയി എന്ന് എഴുതാറ്. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ എന്തിനാണ് വെക്കുന്നത്, അല്ലെങ്കിൽ കോർ എന്തിനാണ് വെക്കുന്നത് ചോദിക്കാറുണ്ട്. കോർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് എത്ര ടൈംസ് കൂടും? μr ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോറ് വെക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ അത്തരം കോറുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഏതാണ്? സോഫ്റ്റ് അയൺ കോർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും അവസാനമായി വരുന്നത്. അപ്പോൾ അവസാനം വരുന്ന രണ്ട് ടോപ്പിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഹിസ്റ്ററിസിസ് ആണ്. എന്താണ്? അറ്റ് ദ ടൈം ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹൈൻഡ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് കോൾഡ് ഹിസ്റ്ററിസിസ്. ഓക്കെ, അതിന് ഹിസ്റ്ററിസിസ്, ലൂപ്പ്, കോഴ്സിവിറ്റി, റിട്ടൻറ്റിവിറ്റി, റെമനൻസ്, അതുപോലെ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ കമ്പാരിസൺ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് വന്നത്. നമ്മൾ ഒരുപാട് തവണ അത് പലതരത്തിൽ പറഞ്ഞതാണ്. ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ ബാർ മാഗ്നറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ 2ാമത്തെ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞു? എർത്ത്സ് മാഗ്നറ്റിസത്തെ കുറിച്ച് പറഞ്ഞു. ഇന്നെടുത്ത 3ാമത്തെ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞു? മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഹിസ്റ്ററിസിസും അതുപോലെ മാഗ്നറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ പ്രധാനമായിട്ടും തിയറി ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് ഇക്വേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വായിച്ചത് പഠിച്ചു വെക്കുക. 1-2 ഡെറിവേഷൻസ് വന്നിരുന്നു, അത് എഴുതി പഠിക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതുണ്ട്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെയും മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെയും ഇക്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം അടുത്ത ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള പഠിത്തം നടത്തുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കുക, അതുപോലെ അവിടെ വന്ന ലോസും കൺസെപ്റ്റ്സും ഒക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ദെൻ പ്രോബ്ലത്തിന് ആവശ്യമായ ഇക്വേഷൻസ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതങ്ങ് എഴുതിയെടുക്കുകയല്ല. പ്രോബ്ലത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ അത് എഴുതിയെടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ചെയ്ത് കിട്ടാത്ത ഭാഗം മാത്രം നിങ്ങൾ നോക്കി അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് പോകാം. ദെൻ താങ്ക് യു.